നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വീഡിയോയാണ്. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ഒക്കെ മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ദൈവീക ചിത്രങ്ങളാണ്. അതിലൊന്നാമത്തെ ചിത്രം ലക്ഷ്മി ദേവിയുടെയും രണ്ടാമത്തെ ചിത്രം ഗണപതി ഭഗവാന്റേതുമാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ അതായത് ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള ദൈവികമായ പല കഴിവുകളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഒരു പരിധിവരെ ഈശ്വര സാന്നിധ്യത്താൽ മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്ന വ്യക്തികൾ. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഭാരങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതിനെയൊക്കെ മാറ്റിമറിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ വളരെ ക്ഷമാപൂർവം എല്ലാ സാഹചര്യങ്ങളെയും നേരിടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ കഷ്ടങ്ങളോ കടഭാരങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ അങ്ങനെ തുടങ്ങി ഏതവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അതിനെയെല്ലാം തീർച്ചയായിട്ടും നല്ലൊരവസ്ഥയാക്കി മാറ്റിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രയാസകരമായ കാര്യം ഒന്നാമത്തേത് കടഭാരം തന്നെയാകുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെയും കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തടസ്സങ്ങളുണ്ടാകും, അതുപോലെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പല വിധത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. പല വിധത്തിലാണ് ഇന്ന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുക. നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനമെടുക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ആരോടും നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഈശ്വരനോട് മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടെയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്കുണ്ടാകും. ഇനി ഭാരപ്പെടേണ്ട, ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അതുപോലെ തന്നെ വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും ധനാഭിവൃദ്ധിയും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ മറികടക്കാൻ കഴിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് കഴിയുക എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ഒരു 6 മാസത്തിനകം നിങ്ങളുടെ കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും കടഭാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയും. അത്ര വലിയ സൗഭാഗ്യമാണ് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി ഈ രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ എന്നും മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. സ്വാർത്ഥ താല്പര്യക്കാരല്ല. നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വന്ന് ഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഒരുപാട് പേർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊക്കെ നിങ്ങൾ ആശ്വാസം പകർന്നിട്ടുണ്ട്, അവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്, അവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഒക്കെ നിങ്ങൾ ഒപ്പം നിന്നിട്ടുമുണ്ട്. എന്നാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ അത് ദമ്പതികൾ തമ്മിലുള്ള ചെറിയ കലഹങ്ങളായേക്കാം, ചിലപ്പോൾ മക്കൾ തമ്മിലുള്ള കലഹങ്ങളായേക്കാം, സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളായേക്കാം. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്.
എന്താണ് നിങ്ങളുടെ ഈ കഷ്ടതയ്ക്ക് കാരണം അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് കാരണം? ഒരു ഉയർച്ചയുണ്ടാകുന്നില്ല, എപ്പോഴും ദുഃഖഭാവത്തിലാണ്, ധാരാളം സമ്പാദ്യങ്ങളുണ്ട്, പക്ഷേ അതിനെ ഒന്നും തക്ക രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാതെ പോകുന്ന വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് എപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നത്. സത്യമായിട്ടും ഒരു കാര്യം പറയുകയാണ്, തീർച്ചയായിട്ടും ധാരാളം ദോഷങ്ങളാണ് ഭവനത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സന്തോഷിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നത്. എല്ലാവരും സമാധാനത്തോടെ ഭവനങ്ങളിലിരിക്കുമ്പോൾ അതിനും കഴിയാതെ പോകുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരു ഭവനത്തിന് വേണ്ടി രാപ്പകലോളം കഷ്ടപ്പെട്ട് അതിൻ്റെ എല്ലാ ഭാരവും വഹിച്ച ശേഷം അതിലൊന്നുമല്ലാതായി പോകുന്ന കുറച്ച് അവസ്ഥകൾ, ഇതൊക്കെ നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ട്. ഒരുപാട് വേദനകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല, ഒരു ദിവസം പോലും ഭാരങ്ങൾ അനുഭവിക്കാത്ത ദിവസമില്ല. അത്രത്തോളമാണ് മനസ്സും ശരീരവും ഒക്കെ വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഉപജീവനം, വളരെ വർഷകാലങ്ങളായിട്ട് നിങ്ങൾ കൊതിക്കുന്ന ആ ഒരു ഉപജീവന മാർഗം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് അത് നേടിയെടുക്കണം എന്ന് കരുതുന്ന ലക്ഷ്യങ്ങൾ, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്താണ് ഈ അകൽച്ചയ്ക്കൊക്കെ കാരണം? തീർച്ചയായിട്ടും ഒരു ദൃഷ്ടിദോഷമെന്നോ അല്ലെങ്കിൽ ദൈവിക പ്രസാദമില്ലെന്നോ എന്നൊക്കെ പറയാം. നിങ്ങൾ പലതവണയായിട്ട് പല നേർച്ചകളും മുടക്കിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വഴിപാടുകൾ പൂർത്തീകരിക്കാതെ മുടക്കിയിടുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ആദ്യം മാറ്റിക്കളയുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ബിസിനസ്സിൽ അനുഭവിക്കുന്ന തകർച്ചകൾ നിങ്ങൾ നേരിടുന്നുണ്ട്. ഉപജീവന മാർഗത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന പല ബിസിനസ്സുകളും പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെയും ബുദ്ധിമുട്ടിലാക്കുന്ന കുറച്ച് വസ്തുതകൾ. തീർച്ചയായിട്ടും ഇത് മാറുവാനായിട്ട് ഒരല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മറ്റൊരു കാര്യം, വ്യക്തികളെ മനസ്സിലാക്കുന്നതിലും അതുപോലെ തന്നെ അവരോട് പെരുമാറുന്നതിലുമൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും വലിയ ആപത്തുകളിൽ നിന്നൊക്കെ ഒരു ഉയർച്ച നിങ്ങൾക്ക് സാധ്യമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.